കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. വൈകുന്നേരത്തെ പരിപാടിക്ക് ഉച്ചയ്ക്ക് പോയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇവിടെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാനുള്ളത്, ബ്ലൗസ് പീസ് നമ്മൾ തലേ ദിവസം പോയിട്ട് വാങ്ങിച്ചു. ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര പെട്ടെന്ന് മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് കേട്ടോ. അപ്പം ഞാനൊരു 1000 രൂപ ബഡ്ജറ്റിലാണ് ഈ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 1000 രൂപ എന്ന് പറഞ്ഞ ചേച്ചി അങ്ങോട്ട് തള്ളിയതാണോ എന്ന് ചിലവർക്കെങ്കിലും ഡൗട്ട് കാണും. ഇവിടെ ഒരു 1000 രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് സ്റ്റിച്ച് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ റേറ്റ് കൂട്ടിയിട്ടില്ല കേട്ടോ. ബ്ലൗസിന്റെ മെറ്റീരിയൽ തലേ ദിവസം പോയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. വെൽവെറ്റ് ഓർഗൻസി ആണ്. അതൊരു 1.5 മീറ്റർ ഉണ്ടായിരുന്നു. 140 രൂപയാണ് മീറ്ററിന്. കട്ട് പീസ് ആയതുകൊണ്ട് 1 മീറ്ററിന്റെ ക്യാഷ് എടുത്തോളൂ. പിന്നെ ലൈനിങ് ക്രേപ്പിന്റെ 40 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസമായിട്ടും സംഭവം കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയിട്ട് ആ സ്കേർട്ടിന്റെ മെറ്റീരിയൽ വാങ്ങിച്ചതാണ്. മെറ്റീരിയൽ വാങ്ങിച്ച് 1 മണിക്കൂറിനുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞ് പരിപാടിക്ക് കറക്റ്റ് സമയത്ത് പോകാൻ പറ്റി കേട്ടോ. ഈ ഒരു സ്കേർട്ടിന്റെ മെറ്റീരിയൽ 130 രൂപയാണ് മീറ്ററിനായത്. 4 മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലൈനിങ് ക്രേപ്പാണ് വന്നേക്കുന്നത്. 40 രൂപയ്ക്ക് 3 മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഷോളായിട്ട് പെയർ ചെയ്തേക്കുന്നത് വിചിത്ര സിൽക്കാണ്. അത് 75 രൂപയ്ക്ക് 2.5 മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ലേസ് വന്നിട്ട് 10 രൂപയ്ക്ക് 4 മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 1000 രൂപ ബഡ്ജറ്റിലാണ് ഈ ഒരു കോസ്റ്റ്യൂം റെഡിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള പോക്കറ്റ് മണി വെച്ചിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിൽ ഉത്സവത്തിനാണ് പോയത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായില്ലോ എന്ന് കമൻറ്റ് ചെയ്യാം.